കൊയിലാണ്ടിയില് ഈ ഒരു ഗേഡർ താഴെ വീണ് ഒടിഞ്ഞു വീണ് അതിന്റെ സംഭവത്തിൽ ഞാൻ പറയുകയുണ്ടായി. ഇതൊക്കെ നാഷണൽ ഹൈവേയുടെ കോൺട്രാക്ട് കൊടുക്കുമ്പോൾ കൃത്യമായിട്ടും അതില് എല്ലാ കോഡുകളും IS കോഡുകളും ഉദ്ധരിച്ചാണ് ഈ കോൺട്രാക്ട് അവാർഡ് ചെയ്യുന്നത്. അതില് ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പണി നടക്കുമ്പോൾ അവിടുത്തെ പ്രദേശവാസികൾക്കും ആ ദേശീയപാത ഉപയോഗിച്ചുകൊണ്ടിരുന്നവർക്കും യാതൊരു വിധത്തിലുമുള്ള ബുദ്ധിമുട്ടെന്നാണ്. അവർക്ക് പാസഞ്ചറുകളൊന്ന് മാത്രമല്ല, യാതൊരു വിധത്തിലുമുള്ള ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ആൾട്ടർനേറ്റ് ഡൈവേർഷൻ റൂട്ട്സ് ക്രമീകരിച്ചിട്ട് മാത്രമേ പണി തുടങ്ങാവൂ എന്നാണ് അതിൽ എഴുതി കൊടുക്കുന്നത്. കോൺട്രാക്റ്റിൽ സാധാരണ എഴുതി കൊടുക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടില്ല എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ കൃത്യമായിട്ടൊരു ക്ലോസ് ഇട്ടാണ് ഈ കോൺട്രാക്ട് കൊടുക്കുന്നത്. അപ്പം ഞാനിത് വളരെ അതിശയത്തോടുകൂടി ഇത് കാണുന്നത്. തിരുവനന്തപുരം തൊട്ട് എറണാകുളം വരെയുള്ള ഈ ദേശീയപാത വികസനത്തില് ഒരിടത്തും നല്ല വൃത്തിയായിട്ടുള്ള ഒരു ഡൈവേർഷൻ റൂട്ട് ക്രമീകരിച്ചായിട്ട് ഞാൻ കാണുന്നില്ല. തിരുവനന്തപുരം കൊല്ലം പണ്ട് 3/4 മണിക്കൂർ 1.25 മണിക്കൂറിൽ പൊക്കോണ്ടിരുന്ന ഞങ്ങൾ ഇപ്പൊ 3 മണിക്കൂറാണ് എടുക്കുന്നത് തിരുവനന്തപുരം കൊല്ലം. കാരണം ഒരിടത്തും ഡൈവേർഷൻ റൂട്ട്സ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല. അതൊന്ന്. രണ്ടാമത്, ഈ ഒരു അപകടം സംഭവിക്കും എന്നുള്ളത്, അപകടം എന്ന് പറയുന്നത് ആക്സിഡന്റ് ആണ്. നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം വന്നാൽ അപകടം സംഭവിക്കും എന്നുള്ളപ്പോൾ നമ്മുടെ ഈ സ്റ്റേറ്റിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏജൻസി ഉള്ളതുപോലെ തന്നെ ഇതിനകത്തൊരു എമർജൻസി റെസ്പോൺസ് ടീം എന്നും പറഞ്ഞ് ERT എന്നും പറഞ്ഞിട്ട് നമ്മളൊരു സംവിധാനം ഒരുക്കണമെന്നാണ് കോൺട്രാക്റ്റിൽ സാധാരണ കൊടുക്കുന്നത്. ഞങ്ങളുടെ കമ്പനി, ഞാൻ വർക്ക് ചെയ്ത ILFS എന്ന് പറയുന്ന കമ്പനി 22 എക്സ്പ്രസ് വേസ് ചെയ്ത കമ്പനിയാണ്. അപ്പൊ ഞാനിത് പലയിടത്തും കണ്ടിട്ടുണ്ട്. എമർജൻസി റെസ്പോൺസ് ടീം എന്ന് പറയുന്നത് അവർക്ക് ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഒരു ടീമിനെ അവിടെ നിർത്തിയിരിക്കുകയാണ് എപ്പോഴും. അവര് ഇതുപോലെ എമർജൻസി വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് അവര് സ്ഥലത്ത് വരിക, യെല്ലോ ജാക്കറ്റ്സും റെഡ് ജാക്കറ്റ്സും ഒക്കെ ഇട്ട് അവർ നിന്ന് ക്രമീകരിച്ച് അറിയുക പോലുമില്ല. ഞാനിത് വെറുതെ പറയുകയല്ല. തിരുവനന്തപുരം നഗര റോഡ് വികസനം ഞങ്ങൾ ചെയ്യുമ്പോൾ NG റോഡ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പണി ചെയ്താണ്. ആരും അറിഞ്ഞിട്ട് പോലുമില്ല. പക്ഷെ ഇതിപ്പോ കാണുന്നത് അങ്ങനല്ല. ഇത് കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് ഇത് ഇങ്ങനെ വരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. ഇന്നൊരു വാർത്ത കണ്ട് 45 മീറ്റർ ആയതുകൊണ്ടാണ് കേരളത്തിൽ പലതും കൺസെഷൻ കൊടുക്കുന്നതെന്നൊക്കെ. ഇതൊക്കെ അസംബന്ധമാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. അതുമാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ അപകടം വളരെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. കാരണം ആ സമയത്ത് ഏതായാലും വാഹനങ്ങളെയൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതേ സ്ഥലത്ത് ഇതിന് മുൻപും ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അതൊക്കെ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നതല്ലേ. അത് ഇനിയും ഒരു മുന്നൊരുക്കമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണവും ഇല്ലാതെ ഇങ്ങനെ റോഡ് പണി നടത്തുകയാണെങ്കിൽ എന്താകും ഇനി വരും സമയങ്ങൾ ഉണ്ടാവുക എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഈ കോൺട്രാക്ട് കൊടുക്കുമ്പോൾ അതിൽ കൃത്യമായിട്ട് ഇത് ഇന്നലെ തുടങ്ങിയതല്ലോ. വർഷങ്ങളായിട്ട് 100 വർഷമായിട്ട് നമ്മളിവിടെ ഇന്ത്യ ഗവൺമെന്റ് തന്നെ ഏതാണ്ട്, ഇന്ത്യ ഗവൺമെന്റ് അല്ല, ഇന്ത്യൻ ആൾക്കാർ തന്നെ പണി ചെയ്യുന്നതാണ്. അപ്പൊ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് നമ്മുടെ ഈ കോൺട്രാക്ട് ടേംസ് ഒക്കെ. അപ്പൊ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ എല്ലാത്തിനും. ഇപ്പൊ IS കോഡ് എന്ന് പറയുന്നത് അതാണ്. മോർത്തില് കോഡുള്ളതാണ് കൃത്യമായിട്ട്. ഇത് ഗേഡർ ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം. ആക്സിഡന്റ്സ് വരാം. നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ ഒരു സെന്റിമീറ്റർ തെന്നി മാറിയാൽ തന്നെ കംപ്ലീറ്റ് കാസ്കേഡ് ചെയ്ത് വീഴാം. ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ ആ 1 സെന്റിമീറ്റർ ക്ലിയറൻസ് വരാൻ പാടില്ല. അത് എത്ര പ്രാവശ്യം ചെക്ക് ചെയ്യണം, ആരൊക്കെ ചെക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ ഈ കോഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതില് ഒരു 150 ഗേർഡേഴ്സ് സ്പാൻ ചെയ്യുമ്പോൾ അതിൽ ഒരിടത്ത് പ്രശ്നം വരുന്നത് നമുക്കങ്ങനെ കുറ്റമായിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ അത് വരരുത് എന്നുള്ളതാണ് ടാർഗറ്റ്. അപ്പൊ അത് സീരിയസ് ആയിട്ട് ചെയ്തിട്ടില്ല എന്നുള്ള ഒന്ന് പോട്ടെ. പക്ഷെ ഇതിൽ കൂടുതൽ നമ്മള് നമുക്ക് ആശങ്ക തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് മാസത്തിൽ ഓരോ അപകടം വെച്ചിങ്ങനെ കേരളത്തിൽ നടക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് വർക്കൊക്കെ കൂടുതൽ ജാഗ്രതയോട് വേണ്ടി നോക്കാൻ അത് നോക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് തീർച്ചയായിട്ടും ഇത് ആരുടെ ചുമതല ആയാലും നമ്മളിത് വളരെ ലാഘവത്തോടു കൂടി എടുക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പണി ചെയ്യുന്ന കോൺട്രാക്ടേഴ്സ് ഇങ്ങനെ ഓരോ ആഴ്ചയിലും ഓരോ അപകടം വരുമ്പോൾ, അല്ലെങ്കിൽ ഓരോ മാസം ഓരോ അപകടം വരുമ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന പണി ഒന്ന് കൂടുതൽ നമ്മൾ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയും അതിന് എന്തെങ്കിലും പരിധികളുണ്ടെങ്കിൽ അടച്ചു വേണ്ടി മുമ്പോട്ട് പോകാൻ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെയൊക്കെ അർത്ഥം.
ഈ കാര്യങ്ങളൊക്കെ ആരാണ് ശ്രദ്ധ നൽകേണ്ടത്? ഈ കോൺട്രാക്ടർമാർ ഇത്തരത്തിൽ ഈ അശ്രദ്ധയോടെ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരിതൊന്നും നോക്കുന്നില്ല എങ്കിൽ പിന്നീട് ഇതൊക്കെ നോക്കി നടത്തേണ്ട ഒരു വിഭാഗം ആളുകളില്ലേ? ഈ കോൺട്രാക്ടുകൾ, നാഷണൽ ഹൈവേയുടെ കോൺട്രാക്ടുകൾ ചെയ്യുമ്പോൾ അതിൽ 3 തലത്തിലാണ് അതിന്റെ ഇൻസ്പെക്ഷൻസ് വരുന്നത്. ഒന്ന്, നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഒരു റാൻഡം ഇൻസ്പെക്ഷൻ അത്യാവശ്യമാണ്. അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് റാൻഡം എന്ന് വെച്ചാൽ ഷെഡ്യൂൾഡ് ഇൻസ്പെക്ഷൻ ആയിരിക്കില്ല. റാൻഡം അവർക്ക് എപ്പോഴും വേണമെങ്കിലും ഇൻസ്പെക്ട് ചെയ്യാതിരിക്കാം. ആ ഒരു ഫ്രീഡം അവർക്കുണ്ട്. രണ്ടാമത്, ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന ആള് വളരെ പുള്ളി ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ കുറ്റം പിൻ ചെയ്യാവുന്ന ഇൻഡിപെൻഡന്റ് എഞ്ചിനീയറിന്റെ പുറത്താണ്. പുള്ളിയാണ് ഇതിന്റെ ഓരോ മൈന്യൂട്ടായിട്ട് ചെക്ക് ചെയ്ത് അത് കംപ്ലീറ്റ് ഈ കോൺട്രാക്ട് അവാർഡ് ചെയ്യുന്ന നാഷണൽ ഹൈവേക്ക് പറഞ്ഞതുപോലാണോ ഈ കോൺട്രാക്ട് ചെയ്യുന്നതെന്ന് 24/7 ചെക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഇൻഡിപെൻഡന്റ് എഞ്ചിനീയറാണ്. അതിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ട്, ഇല്ലെങ്കിൽ വീഴ്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അത് നാഷണൽ ഹൈവേ അറിയിക്കുകയും ആ നാഷണൽ ഹൈവേയുടെ ഉപദേശം വരുന്നത് വരെ കോൺട്രാക്ടർ പണി നിർത്താൻ ഓർഡർ കൊടുക്കാനുമുള്ള പവറും ചുമതലയും ഈ ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർക്കാണ്. അപ്പൊ ഈ ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോവുകയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ പോകാൻ പാടില്ല. അപ്പൊ അത് സെക്കൻഡ് ടയർ ഇൻസ്പെക്ഷൻ. തേർഡ് ടയർ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് ഈ കോൺട്രാക്ടർ തന്നെ അവർക്കൊരു ലാബും അവർക്ക് ഒരു ഇൻസ്പെക്ഷൻ പ്രൊസീജിയറും ഉണ്ട്. ആ പ്രൊസീജിയർ ഫോളോ ചെയ്ത് അതെല്ലാം ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു അണ്ടർടേക്കിംഗ് അല്ല, അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിലാണ് റിക്വസ്റ്റ് ഫോർ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞ RFI എന്ന് പറഞ്ഞിട്ട് ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർ കൊടുക്കുന്നത്. ആ ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർ ഇൻസ്പെക്ട് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ അത് സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാലേ പണി ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇതൊന്നും, ഈ പ്രോസസ്സൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇതിപ്പോ മാസത്തിൽ ഓരോന്ന് വെച്ച് ഇങ്ങനെ വരുമ്പോൾ ഈ പ്രോസസ്സുകളെയൊക്കെ കാറ്റിൽ പറത്തി ആണോ പണി ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ അതിന് എന്താണ് കാരണം? അതാണ് ഇഷ്യൂ. കാരണം ബാക്കി കേരളത്തിൽ മാറിയിട്ട് ബാക്കി എല്ലാ സ്റ്റേറ്റിലും ഇങ്ങനെയുള്ള പണികളൊക്കെ നല്ല ക്ലോക്ക് വർക്ക് പൊസിഷനിൽ നടക്കുന്നുണ്ട്. അപായങ്ങളൊക്കെ വളരെ 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 കുറവാണ്. പക്ഷെ ഈ കേരളത്തിൽ മാത്രം എന്താണ് ഇങ്ങനെ വരുന്നതെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.